എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഒരു ഹീറ്ററാണ്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് നമ്മളൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു ഹീറ്ററാണ് നമ്മുടെ കോയിൽ ഹീറ്റർ. അപ്പോൾ ഇത് ഓറിയൻ്റ് ഹീറ്ററാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അൺബോക്സ് ചെയ്യുന്നത്. കൂടാതെ നമുക്ക് ഓയിൽ ഹീറ്റർ വരുന്നുണ്ട്. കൂടാതെ LPG CNG ഒക്കെ വരുന്ന ഗ്യാസിൻ്റെ ഹീറ്ററും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒന്നും അത് ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് നമുക്കിത് മെയിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിസംബർ കാലം അല്ലെങ്കിൽ നമുക്ക് രോഗികളോ ആരെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ തണുപ്പ് പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഹീറ്ററൊക്കെ മേടിച്ച് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത്. കൂടാതെ ഓറിയൻ്റെ ഈ ഒരു ഹീറ്റർ നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് അപ്പോൾ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതുപോലുള്ള പുതിയ വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു പ്രചോദനം. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടട്ടെ. അപ്പോൾ നമുക്ക് ഓറിയൻ്റെ ഈ ഹീറ്റർ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് HC 2004D എന്നൊരു മോഡൽ റൂം ഹീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 2000 വാട്ട്സ് വരെ മാക്സിമം പവർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പവർ ഫ്ലഗൊക്കെ വേണം നമുക്കിത് യൂസ് ചെയ്യാൻ. നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോൾ പവർ ഫ്ലഗുള്ള സ്ഥലങ്ങളിൽ മാത്രം കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിൽ നമ്മൾ പവർ കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനൊക്കെ. ഇത് നല്ലോണം ഹീറ്റ് വരുന്നുണ്ട്. നമ്മുടെ വയറിങ്ങും കാര്യങ്ങളൊക്കെ നാശമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യുമ്പോൾ കാണുന്നത് നമ്മുടെ ഹീറ്റർ ആണ്. ബ്ലാക്ക് കളറിൽ നല്ല പാക്കിങ്ങിലൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യൻ പ്രോഡക്റ്റ് തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ബ്ലാക്ക് കളറിൽ നല്ലൊരു ഡിസൈനിലാണ് നമ്മൾ ഇതിൻ്റെ കോയിൽ ഹീറ്റർ വന്നിട്ടുള്ളത്. അപ്പോൾ ഓറിയൻ്റ് ഹീറ്ററിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഏറ്റവും ടോപ്പിലാണ് വന്നിട്ടുള്ളത്. ഈ ഫ്രണ്ട് ഭാഗത്ത് വരുന്നത് കോയിൽ കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലാണ് വരുന്നത്. കൂടാതെ രണ്ട് സൈഡിലും ഫാന് വരുന്നുണ്ട്. അപ്പോൾ അതുവഴി എയർ വലിച്ചിട്ടാണ് ഫ്രണ്ട് വഴിയാണ് ഇങ്ങനെ ഹീറ്റ് പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട് കോയിലൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്വിച്ചും കാര്യങ്ങളും നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഓഫ് കാണാം. ഓഫ് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫാനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ഒരു ഫാനായിട്ട് വർക്ക് ചെയ്യും. രണ്ടാമത്തേൽ വരുമ്പോൾ നമുക്കൊരു ഹീറ്റ് വരും. മൂന്നാമത്തേൽ ഒന്നും കൂടി ഹീറ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഓഫ്, പിന്നെ ഫാന്, പിന്നെ രണ്ട് ഹീറ്റാണ് വരുന്നത്. പിന്നെ നമുക്ക് ഹീറ്റിൻ്റെ ടെമ്പറേച്ചർ കട്ട് ഓഫാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഹീറ്റ് വരെ കൂട്ടി വയ്ക്കാം, നമുക്ക് എത്ര ടെമ്പറേച്ചർ ടൈമർ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ അയൺ ബോക്സിലൊക്കെ നമുക്ക് ഹീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവുന്നതിനുള്ള ഇതാണ് വരുന്നത്. കൂടാതെ പവർ സ്വിച്ചും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സിസ്റ്റം നമുക്ക് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കാനൊക്കെ ഉള്ളതുണ്ട്. കൂടാതെ നമ്മളിതിൻ്റെ പവർ ഫ്ലഗ് തന്നെയാണ് മെയിനായിട്ട് ഉപയോഗിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ വെക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ തുണിയോ കാര്യങ്ങളൊന്നും അടുത്തൊന്നും ഉണക്കാനോ അങ്ങനെയൊന്നും ഇടാൻ പാടില്ല. ഇത് വളരെ ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് വേണം വെച്ച് കൊടുക്കാൻ. അതേപോലെ നമ്മൾ തുണീൻ്റെ മുകളിലോ അങ്ങനെ ഷീറ്റിൻ്റെ ഒക്കെ വിരിച്ചിട്ട ശേഷം നമുക്കതിൻ്റെ മുകളിലൊന്നും വെക്കരുത്. വളരെ സേഫായിട്ടുള്ള സ്ഥലത്ത് വേണം വെക്കാൻ. കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവർ കൈ വെക്കുന്നതിനുള്ളിൽ തട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിലൂടെ നല്ല ഹീറ്റ് വരുന്നതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ സൈഡിലാണ് ഇതിൻ്റെ ഫാനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ എയർ വലിച്ച ശേഷമാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് ഹീറ്റായിട്ട് നമുക്ക് ഹീറ്റിംഗ് കോയിൽ വഴി നമുക്കത് സ്പ്രെഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കോയിൽ ഹീറ്റർ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹീറ്റിംഗ് കൺട്രോളിങ് കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് റൂമിൽ ഓവർ ഹീറ്റൊക്കെ വരും. അപ്പോൾ അസുഖമുള്ളവർ രോഗികൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് അങ്ങനെ നിറയും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഹീറ്ററാണ് ഫ്രണ്ടിൽ കാണുന്നത്. നമുക്ക് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി മേലോട്ടും താഴോട്ടൊക്കെ ചരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡും കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ റൂമിലൊക്കെ സെറ്റ് ചെയ്ത് കറക്റ്റായി വെച്ച ശേഷം മാത്രമേ ഇത് ഓൺ ചെയ്ത് ഉപയോഗിക്കുക. നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമുകളിൽ നമ്മൾ എടുത്ത് മാറ്റുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കൂടാതെ ചിലപ്പോൾ കൈയൊക്കെ പൊള്ളാനുള്ള ചാൻസും ഉണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. കൂടാതെ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ നമ്മൾ തുണി വെച്ച് മൂടുക, അങ്ങനെ ഫ്രണ്ടിലെ സൈഡിലൊക്കെ തുണി വരിക, പേപ്പർ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അടുത്ത് വയ്ക്കാതെ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് വെച്ചിട്ട് വേണം നമുക്ക് ഇത് സാധനം വർക്ക് ചെയ്യിക്കാൻ. എന്നാലാണ് നമുക്ക് കൂടുതലും സേഫ്റ്റി ആയിട്ട് നമുക്കിത് വർക്ക് ചെയ്യിക്കാനൊക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ പവർ ഫ്ലഗ് വരുന്നുണ്ട്. നമുക്കാണെങ്കിൽ കൺവെർഷൻ ഫ്ലഗൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ വയറിങ്ങും കാര്യങ്ങളൊക്കെ അതിന് പവർ താങ്ങുന്നതാണോ എന്നും കൂടി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓവർ പവറൊക്കെ പഴയ മോഡൽ വയറിങ്ങൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പവർ താങ്ങിക്കൊള്ളുന്നില്ല. അപ്പോൾ ഒരു പവർ ഫ്ലഗ് നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കിയ ശേഷം നമുക്ക് പവർ ഫ്ലഗായിട്ട് കണക്ട് ചെയ്തൊക്കെ കൊടുക്കണം. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന സമയങ്ങളിൽ നമ്മൾ റൂമിൻ്റെ ചെറിയ വിൻഡോകളൊക്കെ ഉണ്ടെങ്കിൽ അത് എപ്പോഴും തുറന്നിടാൻ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ നമ്മൾ രോഗികൾ അങ്ങനെയുള്ളവരൊക്കെയാണ് ഇത് ഇവിടെ ഉപയോഗിക്കുന്നത്, നമുക്കവിടെ ഉപയോഗിച്ച് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ഓക്സിജൻ കിട്ടാനൊക്കെ ഉള്ള ചാൻസ് കുറയുന്നത് വെച്ചാൽ നമുക്ക് ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്കാണ് വരുന്നത്. ഓക്സിജന് അളവ് കുറയുന്നുണ്ട് നമ്മൾ ഹീറ്റ് വരുന്നതുകൊണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ നമുക്കിത് പവറിൽ കൊടുത്തിട്ടുണ്ട്, നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ പവർ സ്വിച്ച് ഉണ്ട്, അത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഫാനാണ് വരുന്നത്. അപ്പോൾ കൂളിംഗ് ആയിട്ടുള്ള ഒരു എയറാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഫസ്റ്റ് സ്വിച്ച് എന്ന് പറയുന്നത് ഫാനാണ് വരുന്നത്. ഇനി നമ്മൾ ഒന്നും കൂടി തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്പീഡിലേക്ക് വരും. ഇപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഹീറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മീഡിയം ഹീറ്റിൽ നമുക്കിതവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ അപ്പോൾ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഹീറ്റ് വരുന്ന സമയങ്ങളിൽ നമുക്കവിടെ തൊടാനൊന്നും പാടില്ല, നമുക്ക് കയ്യിൽ നിന്ന് പൊള്ളാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വരുന്ന ഒരു കട്ട് ഓഫാണ് നമ്മുടെ റൂമിൻ്റെ ഹീറ്റ് എത്ര വരെ നമുക്ക് മാക്സിമം വരെ കൂട്ടണം, മിനിമം വരെ ഉള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് അതിൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഹീറ്റ് കട്ട് ഓഫ് ചെയ്യാനുള്ളതാണ് ആ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ വരുന്നത്. ഇപ്പം മൂന്നാമത്തെ സ്വിച്ചിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നല്ല പവറിലുള്ള നല്ല ഹീറ്റ് വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ റൂം ഹീറ്റായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ സ്വിച്ചൊക്കെ ഇട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ റൂമിൽ ഉപയോഗിക്കുന്നവർ മാക്സിമം ശ്രദ്ധിച്ച് തന്നെ അത് ഉപയോഗിക്കുക. അതായത് ഓവർ ഹീറ്റ് വരുന്നുണ്ടോ, അതുപോലെ തന്നെ ഓക്സിജൻ്റെ അളവൊക്കെ കുറയുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. പിന്നെ ഒരുവിധം ഹീറ്റായി കഴിഞ്ഞ ശേഷം നമ്മളിത് ഓഫാക്കി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ നമ്മൾ ഫുൾ ടൈം ഒരു ദിവസം മുഴുവൻ ഉപയോഗിക്കാതെ റൂമിൽ ആവശ്യത്തിന് ടെമ്പറേച്ചർ ആയി കഴിഞ്ഞ ശേഷം നമ്മളിത് ഓഫ് ചെയ്തൊക്കെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ഇങ്ങനെയുള്ള ഹീറ്റർ കാര്യങ്ങളൊക്കെ വീട്ടിൽ ഉപയോഗിക്കാൻ. അപ്പോൾ ഇതേപോലുള്ള ഹീറ്ററും കാര്യങ്ങൾക്കൊക്കെ വളരെ വില കുറവാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യമൊന്നും വരാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ മോഡൽ ഹീറ്ററൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നമുക്ക് ലാഭം. കൂടാതെ നമുക്ക് ഓയിൽ ഹീറ്റർ വരുന്നുണ്ട്. അത് ഓയിൽ ഹീറ്റർ ആകുമ്പോൾ ഇതേപോലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഓയിൽ ഹീറ്റർ എന്ന് പറയുമ്പോൾ അത് ഓയിൽ ഹീറ്റായ ശേഷം നമ്മളതിലൂടെ കംപ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വരുന്നതുകൊണ്ട് അതിൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഒന്നും വരില്ല, മൊത്തത്തിൽ ഹീറ്റ് മാത്രമാണ് നമുക്കതിൽ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ അങ്ങനെ വേറെ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ഒന്നും കൂടി സേഫ്റ്റി ആയിട്ട് നമുക്കത് ഉപയോഗിക്കാനൊക്കെ പറ്റുന്നതാണ്. അതും ഇതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ മൂടിയിടുക, തുണി കൊണ്ട് മൂടിയിടുക, അങ്ങനെയൊന്നും ഉപയോഗിക്കാതെ വളരെ സേഫായിട്ട് തന്നെ ആ മോഡൽ ഹീറ്ററൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വരുന്നത് നമുക്ക് ഗ്യാസിൻ്റെ ഹീറ്ററാണ്. അത് LPGയിലുണ്ട്, CNGയിലൊക്കെ വരുന്ന ഗ്യാസിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഹീറ്ററാണ്. അതും നമ്മൾ ഈ ഇവിടെ നമുക്ക് ആവശ്യം വരുന്നില്ല. അത് നോർത്ത് ഇന്ത്യയിലേക്കും ഇതിൻ്റെ തണുപ്പ് കൂടിയുള്ള രാജ്യങ്ങളിലേക്കൊക്കെയാണ് അത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് ഉപയോഗിക്കുമ്പോൾ മെയിനായിട്ട് വരുന്നത് നമ്മൾ മാക്സിമം ആയിട്ട് ഉപയോഗിക്കുമ്പോഴൊക്കെ റൂമിന് വലിപ്പം കുറവാണ്. നമ്മൾ ചെറിയ റൂമൊക്കെ ആണെങ്കിൽ നമുക്ക് ആ റൂമിലേക്ക് കാർബൺ മോണോക്സൈഡാണ് നമ്മൾ ഗ്യാസ് കത്തി കഴിയുമ്പോൾ നമുക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫിലമെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വീക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ മോണോക്സൈഡ് ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ ശ്വാസം മുട്ട്, ശ്വാസതടസ്സമൊക്കെ വന്നിട്ട് അങ്ങനെ മരണം വരെ സംഭവിക്കാവുന്നൊരു പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഗ്യാസിൻ്റെ ഹീറ്ററൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ. വളരെ ചെറിയ മുറിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ ഉള്ളവരും മെയിനായിട്ട് ഹീറ്ററൊക്കെ ഉപയോഗിക്കുന്നത് അസുഖമുള്ളവർ, അതായത് ശ്വാസം മുട്ട്, അതേപോലെ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്കാണ് നമ്മൾ മെയിനായിട്ട് ഹീറ്ററൊക്കെ മേടിച്ച് നമ്മൾ റൂമിൽ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഓക്സിജൻ്റെ അളവ് കുറയാനും അവർക്ക് തണുപ്പ് കൂടുതൽ കുറഞ്ഞ് കിട്ടുമെങ്കിലും പക്ഷേ ഓക്സിജൻ്റെ അളവ് കുറയാനും അങ്ങനെ ശ്വാസം മുട്ട് കൂടാനൊക്കെ ഉള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ റൂമിൻ്റെ വിൻഡോസൊക്കെ തുറന്നിട്ട് അങ്ങനെ നമുക്കൊരു മാക്സിമം ഹീറ്റാക്കാതെ ഒരു ലെവലിലൊക്കെ വെച്ച ശേഷം നമുക്ക് ഓഫ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുക. കൂടാതെ റൂമിൽ നിന്ന് പുറത്തുനിന്ന് തണുപ്പ് കയറാത്ത രീതിയിലൊക്കെ റൂമൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുക. അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മാക്സിമം ഇത് ഉപയോഗിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഹീറ്ററും കാര്യങ്ങളൊക്കെ എല്ലാവരും വളരെ ശ്രദ്ധയിൽ ഉപയോഗിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോയും കാര്യങ്ങളൊക്കെ പ്ലേ ലിസ്റ്റിലുണ്ട് ചാനലിൽ. അപ്പോൾ ചാനലിൽ പോയിട്ട് നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.